ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തന്നേക്കുന്നത്. കോവയ്ക്ക നല്ല രീതിക്ക് കഴുകിയെടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ അമ്മയെ കൊണ്ടാണ് കേട്ടോ അരിയിപ്പിച്ചത്. അരിഞ്ഞ് വെച്ച കോവയ്ക്ക, പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാക്കൊത്ത്, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റൗ കത്തിച്ച് ഒരു കടായിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ആ കടായി എടുത്ത് വയ്ക്കുക. അത് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നല്ല രീതിക്ക് പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അരിഞ്ഞ് വെച്ച കോവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള കോവയ്ക്ക നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് എണ്ണ എല്ലായിടും ആവുന്ന രീതിയിൽ പോലെ ഇളക്കണം കേട്ടോ. എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നല്ല രീതിക്ക് ഇളക്കി വെച്ച് കുറച്ച് കറിവേപ്പില, നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്കത് നല്ല രീതിക്കൊന്ന് വാടിക്കിട്ടും. കോവയ്ക്ക നല്ലതായിട്ടൊന്ന് വാടിക്കിട്ടും. അത് അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം നമുക്കൊന്നൊന്ന് ഇളക്കി നോക്കണം. അപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ആവശ്യം ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം, ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതൊന്നുകൂടെ അടച്ച് വെച്ച് പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും തുറന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ആ തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് അതിനകത്തേക്ക് ഒരു ഇച്ചിരി ചൂടായി കഴിയുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. കോവയ്ക്കയുടെ മുഴുവനായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ മുളക് പൊടി ഇടുന്ന എരിവിനല്ല കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെളുത്തിരിക്കുമല്ലോ. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇടാം. നല്ല രീതിക്ക് അത് ചൂടായതിന് ശേഷം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് കണ്ണസ്ത്രീ വേൾഡ്.